മോൾ അവിടെ ഇരിക്ക്. ആരാ മോളെ നീ? ഈ പാതിരാത്രിക്ക് റോഡിലിറങ്ങി നടക്കുന്ന എന്തിനാ? എന്താ നിനക്ക് പറ്റിയേ? നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്നോട് പറ. എന്തെന്നാ മുത്തശ്ശി പറയണ്ടേ? എന്റെ ഭർത്താവിനെ ഞാനൊക്കെ ഒന്നെന്നും പറഞ്ഞവരെന്റെ പുറകെ കൂടിയിരിക്കുക. പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും പറയാം, ചെയ്യാത്ത തെറ്റിന്റെ പഴയും ചുമന്ന് ഇനി ഇങ്ങനെ ഓടാൻ എനിക്ക് വയ്യ. ഞാൻ ആരെയും കൊന്നിട്ടില്ല മുത്തശ്ശി. നോക്കു മോളെ, ഭർത്താവ് എത്ര തന്നെ ക്രൂരനാണെങ്കിലും ഒരു ഭാര്യയെ സ്വന്തം ഭർത്താവിനെ കൊല്ലില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടായിരിക്കും. എന്താ നിന്റെ പ്രശ്നമെന്ന് പറ. ഏയ്, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മുടെ വൈശാലിയല്ലേ ഇത്, നമ്മളെ തെറ്റിദ്ധരിക്കൊന്നുമില്ലെന്നേ. നീ എന്തായി കാണിക്കുന്ന കാർത്തിക്? ഏതായി പെണ്ണ്? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നമ്മുടെ ബെഡ്റൂമിലേക്ക് അവളെ കൊണ്ടുവന്നേ? നാണമില്ലേ തനിക്ക്? നീ ദിവസവും ഓരോരുത്തരായിട്ട് പുറത്ത് കറങ്ങി നടക്കുന്നതിലും ഒരു തെറ്റുമില്ല. ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ ഇത്രയും വലിയ തെറ്റ്? മിണ്ടരുത് കാർത്തിക്. തെറ്റിയതും പോരാഞ്ഞിട്ട് എന്നെ പറ്റി അനാവശ്യം പറയുന്നോ? ഇത്രയും കാലം നീ ചെയ്തതെല്ലാം ഞാൻ സഹിക്കായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ പറയാൻ പോവാ. അമ്മയോട് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പോവാ. അതെന്തിനാ അമ്മയോട് മാത്രമാക്കുന്നത്? നാട്ടുകാരോട് മൊത്തം പറഞ്ഞേക്ക്. ഒന്ന് പോടി. നിനക്ക് പ്രൂഫും വേണമെങ്കിൽ എടുത്തോ, ഒരു ഫോട്ടോ എടുത്തോ. കാർത്തിക്, നീ ഫോട്ടോ എടുക്കുന്നില്ലേ? കാർത്തിക്, നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ കാര്യം പുറത്തറിഞ്ഞ എന്റെ ഭർത്താവ് എന്നെ കൊന്നുകളയില്ലേ? ഓഹോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? കാർത്തിക്, എനിക്ക് ശരിക്കും പേടിയാവുന്നു കാർത്തിക്. നിന്റെ ഭാര്യ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയ നമ്മുടെ കാര്യം നാട്ടിൽ മുഴുവൻ അറിയും. ഇവിടെ പുറത്തിറക്കരുത്. നമ്മളെ കുറിച്ച് ആരും അറിയാനും പാടില്ല. കാർത്തിക്, നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ എന്റെ ചക്കര പറ, എന്താ ചെയ്യണ്ടേന്ന്? നമുക്കിവിടെയൊക്കെ കൊന്നാലോ? നിന്റെ ഭാര്യ ഈ മുറി വെട്ടി ഇനി ജീവനോട് ഇറങ്ങാൻ പാടില്ല. നീ എന്തായി പറയുന്നത്? എന്റെ ഭാര്യ എന്തിനു വേണ്ടിയാ കൊല്ലുന്നത്? എന്റെ പൊന്നിനെയാണ് നീ കൊല്ലാൻ പറയുന്നത്? തെറ്റില്ല കാർത്തിക്. എന്റെ ഭർത്താവ് അറിയാതിരിക്കാൻ, നമ്മളെ വീണ്ടും ഇതുപോലൊക്കെ കണ്ടുമുട്ടാൻ നിന്റെ ഈ ഭാര്യ ജീവനോട് ഇരിക്കരുത്. കൊന്നാളാ. ഏയ്, ഭ്രാന്ത് പറയരുത്. എന്റെ ഭർത്താവുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് എന്നെ കൊല്ലാൻ ഉപദേശിക്കുന്നു. നിന്നെ ഞാൻ വേണ്ട വേണ്ട, ആവേശം കാണിക്കല്ലേ. നീ ഒന്ന് കൂളാവ്. പാവല്ലേ,
അവളുടെ ഭർത്താവല്ലേ അറിയുമെന്ന് കരുതിയല്ലേ അവളിങ്ങനെ പേടിക്കുന്നത്. അവളുടെ പേടിയിൽ ന്യായം ഉണ്ടല്ലോ. നോക്കൂ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജീവൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് ക്ഷമിക്കേ. ഇത് ചെറിയ കാര്യമല്ല കാർത്തിക്. എന്റെ ഭർത്താവ് അറിഞ്ഞ് എന്നെ കൊന്നുകളയും. നീ ടെൻഷൻ അടിക്കും. നിനക്കെന്റെ ഭാര്യ വാ തുറക്കാതിരുന്നാ പോരെ, അത് ഞാൻ നോക്കിക്കോളാം. അതിന് വേറെ എത്ര വഴിയുണ്ട്. അത് വലിയ മലമറിക്കുന്ന കാര്യമാണ്. ഇപ്പോ നമ്മൾ രണ്ടുപേരെയും ഇവളൊന്നിച്ച് കണ്ടതുപോലെ ഇവളെയും ഒരാളുടെ കൂടെ നമ്മൾ കണ്ടതുപോലെ വരുത്തി തീർത്ത പ്രശ്നമൊക്കെ തീർന്നില്ലേ? അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു വെച്ചാ ഇവള് വാ തുറക്കില്ല. എന്തൊക്കെ തോന്നിയ വിളിച്ചു പറയുന്നേ? നിനക്ക് എന്തിന്റെ കേടാ കാർത്തിക്? ടെൻഷൻ അടിക്കില്ലേ ചക്കരെ. ഇപ്പോ നീ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. എന്റെ ഫ്രണ്ട് മൂർത്തി നിനക്കറിയില്ലേ? അവന് നിന്നെ കാണുമ്പോ ഒരു രോമാഞ്ച. ഒരു തവണ ഞാൻ നിന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. അവന്റെ കൊതിയും തീർന്നോളും, ഞങ്ങളുടെ കാര്യവും നടക്കും. വാ വിട് കാർത്തിക്. വരാൻ. വിടാനാ പറഞ്ഞത്. എന്റെ കൈയൊന്ന് വിട്. വിടാൻ. വിടടാ. എന്ത് തോന്നിയ നീ പറയുന്ന? എന്താ നിന്റെ ബുദ്ധി ഇങ്ങനെയൊക്കെ? സാരമില്ല ചക്കരെ, തല്ലിയത് നീയല്ലേ, അതുകൊണ്ട് സാരമില്ല. എന്നാലേ ഇറങ്ങ്, പോയിട്ട് വരാം. വാ വാ. എന്നെ വിട് കാർത്തിക്. വരാൻ. എന്നെ വിടാനാ പറഞ്ഞത്. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ വരില്ല. വാ വൈശാലി. വിടാനാ പറഞ്ഞത്. വൈശാലി വരാൻ. വാടി. വിട്. വിടാനാ പറഞ്ഞത്. വിട്. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. വന്നാ ഞാൻ കൊന്നുകളയും. വരണ്ട, വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. വന്നാ ഞാൻ കൊന്നു കളയും കാർത്തിക്. വരണ്ട, വന്നു പോവരുത്. കാർത്തിക്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. അതുകൊണ്ടാ ഇവളെ കൊന്നുകളയാന്ന് ഞാൻ പറഞ്ഞു. നീ അത് കേട്ടില്ല. ഇപ്പൊ കൊണ്ട് ഇവളുടെ സ്വഭാവം മാറിയതും. എന്നെ വിട്. വിടാനാ പറഞ്ഞത്. വിട്. വിടരുത് കാർത്തിക്, അവളെ പിടിക്കും. നീ എന്ത് നോക്കി നിൽക്കുന്നു? പിടിക്കുമെന്ന്. കുത്തി കൊന്നേക്കാം. വാ കാർത്തിക്. ഓ കാർത്തിക്, ഒന്ന് പെട്ടെന്ന് കുത്തി കൊല്ല്. കാർത്തിക് അടുക്കരുത്. കാർത്തിക് വേഗം വേണ്ട, കുത്തി കാർത്തിക്. കൊല്ല്. അടുത്ത് കൊല്ലാനാ പറഞ്ഞു. കാർത്തിക് ഒന്ന് വരരുത് വേഗം പറഞ്ഞു. ഏയ് വൈശാലി, ഞാൻ പറയുന്നത് കേൾക്കാം. കാർത്തിക് വേണ്ട. വേണ്ട കാർത്തിക്. ഇങ്ങോട്ട് വേണ്ട. ആള് കാഞ്ഞല്ലോ. കഷ്ടമുണ്ട് കാർത്തിക്. സോറി കാർത്തിക്. നീ ജീവനോടിരുന്ന എനിക്കതെന്തായാലും ഒരു ഡേഞ്ചറാ.
ഇപ്പൊ നീ നിന്റെ പാട്ടിനങ്ങ് പോയി. നിന്നെ കൊന്നതിന്റെ പേരിൽ ഇവള് ജയിലിനകത്തായിക്കോളും. ഞാൻ സേഫാണ്. ആൾ ദി ബെസ്റ്റ്. കാർത്തിക്, 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 കാർത്തിക്. കാർത്തിക്, അയ്യോ. മോളെ കരയാതിരിക്കും മോളെ. അങ്ങനെ ഒരുത്തനെ കൊന്നെന്ന് പറഞ്ഞാലും അത്ര വലിയ തെറ്റൊന്നുമല്ല. അല്ലേലും കൊന്നത് നീ അല്ലല്ലോ. നീ വിഷമിക്കാതിരിക്ക. എന്നാലും ഞാൻ അല്ലാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ. എന്റെ തലയിലെടുത്ത് എന്താ മുത്തശ്ശി ഇങ്ങനെ? ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. നിക്കും മോളെ. ഈ പാതിരാത്രി നേരത്ത് നീ എവിടെ പോവാനാ? ഇന്ന് രാത്രി നീ ഇവിടെ നിക്ക്. നേരം വെളുത്ത് എന്താ ചെയ്യണ്ടേന്ന് തീരുമാനിക്കാം. മോളെ, തൽക്കാലം നീ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. കിടന്നോ മോളെ, കിടന്നോ. നിങ്ങൾ അവളെ കണ്ടുപിടിച്ചോ? ഇല്ല മേഡം, അന്വേഷിക്കുന്നുണ്ട്. പത്ത് ദിവസങ്ങൾ കഴിഞ്ഞു. 10 ദിവസങ്ങള് എന്റെ മോന്റെ ജീവൻ എടുത്തിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അവൾ എവിടെയാണെന്ന് യാതൊരു വിവരവും ഇല്ല. എല്ലായിടത്തും തിരക്കിയതാ. സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും വീട്ടിൽ നോക്കി. ആർക്കും ഒരറിവില്ല. എവിടെ അവള് ചെന്നതുമില്ല. 2 ദിവസത്തിൽ കൂടുതൽ അവള് പിടിച്ചു നിൽക്കില്ലെന്നാ കരുതിയേ. പക്ഷെ അവള് നിസ്സാരക്കാരിയല്ല. അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള കളിയാ. അവൾ എവിടെയാണെന്നും അവളുടെ പ്ലാൻ എന്താണെന്നും മനസ്സിലാക്കണം. മാഡം, വൈശാലി എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ അവള്? എവിടെയാണെന്ന് പറയേ. അവള് സുഖമായിട്ട് ഒരിടത്ത് സെറ്റിൽ ആയിട്ടുണ്ട്. ഇതൊന്നും നടക്കാത്തതുപോലെ, ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ സുഖമായിട്ട് അവള് ജീവിക്കുന്നുണ്ട്. എന്റെ മോന്റെ ചിത കത്തി അണഞ്ഞിട്ടില്ല. കൊന്നവള് സുഖമായിട്ട് ജീവിക്കുന്നെന്നോ? രാഘവ, ചെന്നവളെ പിടിച്ചോണ്ട് വാടാ. ആയിക്കോട്ടെ ചേച്ചി, വാടാ. നടക്കട്ടാ. അവൾ എവിടെയാണെന്ന് മനസ്സിലായടാ. അവളെ കൊന്നിട്ട് നിന്റെ കൂടെ അവളുടെ അസ്ഥിയും ചേർത്തൊഴുക്കാം.
മഹാവിനാശം. അപകടങ്ങൾ അകന്നു പോയിട്ടില്ല ദശരഥ രാമവർമ്മേ. രൂപവും ഭാവവും മാറിയിട്ടുണ്ടെന്ന് മാത്രം. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ചന്ദ്രികയായിരുന്നു കാരണം. അങ്ങയുടെ കൺമുമ്പിൽ വെച്ചല്ല അവള് മരിച്ചത്. ഇനി ഏത് വഴിക്കായിരിക്കും അപകടം? ആരാ ഗുരുക്കളെ അതിന്റെ പിന്നിൽ? ഞങ്ങൾക്ക് മറ്റു ശത്രുക്കളില്ലല്ലോ. പകയും പ്രതികാരവും അത്ര പെട്ടെന്ന് മനുഷ്യനെ വിട്ടകന്ന് പോകില്ല കൗസല്യേ. അത് നിഴല് പോലെ പിറകെയുണ്ടാകും. തക്കം കിട്ടുമ്പോൾ അത് നമ്മളെ ആക്രമിക്കും. വൈദേഹി, മാഡം, മാഡം. വൈദേഹി, അവൾ എങ്ങനെ എന്നെ രക്ഷിച്ചു? എന്റെ മരണമല്ലേ അവൾ ആഗ്രഹിച്ചത്? മാഡം ഇങ്ങനെ ടെൻഷൻ ആവരുത്. നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കട്ടെ. എന്താ നടക്കുന്നതെന്നറിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അതിനിടയ്ക്കാണോ നിന്റെ ഇഞ്ചക്ഷൻ? 20 വർഷം അമ്മയും മകളെയും തമ്മിൽ അകറ്റിയിട്ട് നിന്റെ കുടുംബത്തെ നരകയാതന അനുഭവിപ്പിച്ചവളുടെ ജീവൻ രക്ഷിക്കാൻ നിനക്കാവോ? ഇല്ല മാഡം. എന്നാലും മാഡം ഇങ്ങനെ ടെൻഷൻ ആവരുത്. നിന്നെ കൊണ്ടാവില്ലല്ലോ. ജീവൻ രക്ഷിച്ച് ആതുര സേവനം ചെയ്യേണ്ടവൾ നിന്നെ കൊണ്ടുപോലും അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ വൈദേഹി എന്തിനു വേണ്ടിയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്? മാഡം, അതുമാത്രമല്ല, ഞാൻ ആരാന്നറിയാത്ത ഭാവത്തിൽ ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ അവൾ എന്തിനു വേണ്ടി എന്നെ രക്ഷിച്ചേ? എന്തിനു രക്ഷിച്ചു?